ഹലോ, ഇന്നൊരു മന്തി ഉണ്ടാക്കൽ അപാരതയാണ് കേട്ടോ. എൻ്റെ ഗർഭിണിയായ അനിയത്തിക്ക് കുറേ ദിവസമായിട്ട് മന്തി അയക്കണം എന്ന് പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ എന്നാൽ ഉണ്ടാക്കാമെന്ന് ഞങ്ങളും പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങളുടേതായ രീതിയിൽ, അതായത് ഈസി ആയിട്ട് ഉള്ളത് കൊണ്ട് തട്ടിക്കൊട്ടി ഉണ്ടാക്കുന്ന ഒരു മന്തി. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ദം ചെയ്യാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ചോറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ വെക്കൂല ലാസ്റ്റ്, ആ പാത്രത്തിൽ ചിക്കനെ വേവിക്കണത്. അപ്പോൾ ചിക്കൻ നല്ല സെറ്റാക്കി വെച്ചിട്ട് ചെറുതായി തന്നെ ക്യാപ്സിക്കം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ക്യാപ്സിക്കം എടുക്കുക. അപ്പോൾ ഞാൻ ഗ്രീൻ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അധികം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 മാഗി ക്യൂബ്, ഒരു 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, പിന്നെ ചെറുതായി അരിഞ്ഞ മല്ലിയില, പിന്നെ നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് കുറച്ച് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക മിക്സിയിലിട്ടിട്ട്. നമ്മളൊരു ഏകദേശ കണക്കിന് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്യുക. ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനും കൂടി പറ്റിയ കണക്കിൽ നമ്മളൊരു കണക്കിനായിട്ട് ചേർക്കുക. പിന്നെ കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. നമ്മൾ കളറിന് വേണ്ടി കളറൊന്നും ചേർക്കണില്ല, നമ്മൾ മുളക് പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഈ മാഗി ക്യൂബിലൊക്കെ ഉപ്പ് ഉണ്ടായതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടിടണേ. നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെ ഇടുക, കാരണം ഉപ്പേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കളറ് കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഇവിടെ ടൈമൊന്നുമില്ല, നമ്മൾ ആ ഫുഡ് കഴിക്കണതിന് കുറച്ച് മുന്നായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ എല്ലാം കുക്കിങ്ങും അപ്പം തന്നെ ചെയ്തിട്ടുണ്ട്, റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ വെക്കുകയാണ്. ഒരു മീഡിയം ടു ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശമൊക്കെ വേവും. തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ലെവലിലൊന്ന് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചാൽ മതി. പിന്നെ നമ്മൾ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു 10-15 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. റൈസ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അടുപ്പത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബേ ലീഫും കറുവാപ്പട്ടയും കുറച്ച് ഗ്രാമ്പും ഏലക്കൊക്കെ ഒരു കണക്കിനായിട്ട് ഇടുക, പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമ്മളൊരു ഐഡിയക്ക് ഇടുക. പിന്നെ നമ്മൾ ഉണക്ക നാരങ്ങ വാങ്ങിയപ്പോൾ 2 ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പാക്കറ്റിൽ ഒരു വലുതൊരു ചെറുത്. അപ്പോൾ ചെറുത് നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുത്ത്, വലിയ നാരങ്ങ നമ്മൾ ചോറ് വേവിക്കണതിൽ ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളക്കി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഊറ്റി വെച്ചിട്ടൊന്നുമില്ല, നേരെ ഇങ്ങനെ കോരിയിൽ കുറച്ച് നേരം വെള്ളം ഊറ്റി ഇങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ നേരെ കൊട്ടി കൊടുത്താണ്. പിന്നെ അടുപ്പത്ത് വെക്കണതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് തീ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കണം. അങ്ങനെ തന്നെ നമ്മൾ ചോറ് നന്നായിട്ട് തിളക്കേണ്ട ഒരു ഹാഫ് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനും ഇവിടെ നന്നായിട്ട് വന്നിട്ട് നമ്മൾ ഓവർ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടില്ല, ഒരു ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഫ്രൈ ആയി ലെവലിൽ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ ചിക്കനും ഏകദേശം കുക്കായ സ്ഥിതിക്ക് നമ്മൾ ചോറ് ചിക്കൻ്റെ മുകൾക്കാക്കി ഇട്ടിട്ട് സെറ്റാക്കാൻ വെക്കുകയാണ്. പിന്നെ നമ്മൾ അടുപ്പത്തേക്ക് മാറ്റിയിട്ടോ പിന്നെ ചിക്കൻ വേവിച്ച പാത്രം. അങ്ങനെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടും മുളക് പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടോട്ടോ മാറ്റി വെച്ചിരിക്കുന്നത്. വേറെ കളറൊന്നും ചേർക്കണില്ല. കളറിന് വേണ്ടിയിട്ട് ഓരോ ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കലക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കി അതിൻ്റെ മുകളിൽ അടുത്ത സ്റ്റെപ്പ് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ചെറിയ ജീരകം ചതച്ചതും കൂടി ഇട്ടൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് അത് രണ്ടും എല്ലാം കൂടി ഇട്ട് നമ്മളിങ്ങനെ ദം ചെയ്ത് സെറ്റാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് സെറ്റാക്കാൻ വെച്ച്. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മളിവിടെ മന്തി മസാല ഒന്നും ചേർത്തിട്ടില്ല. മെയിൻ ഈ ചെറിയ ജീരകം ചതച്ചതും കുരുമുളകും പിന്നെ നമ്മൾ കുറച്ച് സ്പൈസസും കൂടി ചേർത്തിട്ടുള്ള മസാലകൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു 10-15-20 മിനിറ്റോളം നമ്മളങ്ങനെ ദം ചെയ്ത് ഇങ്ങനെ വെച്ച് ചെറിയ തീയിൽ. അടുപ്പ് നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കണം, പിന്നെ ആകെ ചിക്കനൊക്കെ ഉടഞ്ഞു പോകും. പിന്നെ ഞങ്ങളെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം ഞാനും അനിയത്തിയും കൂടെ പോയിട്ട് ചോറ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.